Hello guys, welcome back to another video BRP Clubs. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ട വേറെ ഒന്നുമല്ല, നിങ്ങൾ തുടക്കത്തിൽ കണ്ടതുപോലെ തന്നെ അല്ലെങ്കിൽ ഇൻട്രോയിൽ അല്ലെങ്കിൽ തമ്പനെയിൽ കണ്ടതുപോലെ തന്നെ ഒരു RC റോബോട്ട് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു RC റോബോട്ട്, അതായത് ഈ RC അല്ലാതെ ഞാൻ സെയിം ഫങ്ഷൻസ് വരുന്ന ഒരു റോബോട്ടിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മുകളിൽ ഇവിടെ എവിടെയെങ്കിലും അതിൻ്റെ ലിങ്ക് വരുന്നതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് അതിൻ്റെ ഒരു എൻഡ് സ്ക്രീൻ കാർഡ് ഞാൻ കൂടെ സൈഡിലൂടെ എവിടെയെങ്കിലും വരുന്നതായിരിക്കും, ചെറിയ ബോക്സിൽ. ആ വീഡിയോ നിങ്ങൾ കണ്ടാലും മതി. അപ്പോൾ കണ്ടിട്ടില്ല പറഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് കണ്ടു നോക്കുക. പിന്നെ രണ്ടിലും സെയിം കോഡ് തന്നെയാണ് യൂസ് ചെയ്യിക്കുന്നത്. ആകെ ഈ ഒരു വീഡിയോയിൽ ഇതുപോലെ RC ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുമ്പോൾ ബ്ലൂടൂത്തും കൂടി റെക്കഗ്നൈസ് ചെയ്യുന്ന രീതിയിൽ കോഡ് ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ കോഡിൻ്റെയും കാര്യങ്ങളെല്ലാം ഞാനാണെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ വെച്ചാണ് ഈ ഒരു റോബോട്ട് വർക്ക് ആവുന്നത്. അപ്പോൾ ആപ്ലിക്കേഷനിൽ തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട് ആ ഒരു പ്രോഗ്രാം. അതുകൊണ്ട് ഡിസ്ക്രിപ്ഷനിൽ പ്രോഗ്രാം കോഡിൻ്റെ ലിങ്ക് ഇല്ലാന്നൊന്നും കരുതില്ല. ആ ഒരു ആപ്ലിക്കേഷനിലാണ് ഞാൻ ലിങ്കല്ല, ആ ആപ്ലിക്കേഷൻ്റെ അകത്താണ് പ്രോഗ്രാമിൻ്റെ കോഡ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് കറക്റ്റ് കണക്ഷൻസൊക്കെ കറക്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് വർക്ക് ആകത്തില്ല. കാരണം അതനുസരിച്ച് തന്നെ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻസ് മാറിക്കഴിഞ്ഞാൽ ഒന്നും വർക്ക് ചെയ്യത്തില്ല. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ കണക്ഷൻസ് എല്ലാം ഞാൻ നമ്മുടെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു RC റോബോട്ട് ഉണ്ടാക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. അവ നിങ്ങൾ ആവശ്യമുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പോയി നോക്കിയിട്ട്. അപ്പോൾ ഗൈസ്, നമുക്കിതിന് ആവശ്യമുള്ളതെന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ബോഡി ആവശ്യമുണ്ട്. ഇതിപ്പം സ്റ്റീലിൻ്റെ ഒരു ബോഡി, നിങ്ങൾക്കത് കിട്ടില്ലെങ്കിൽ പ്ലൈവുഡിൻ്റെ എന്തെങ്കിലും ഒരു കട്ടി ഉള്ള ഏതെങ്കിലും ഒരു പീസ് ഉപയോഗിച്ചാലും മതി ഇത് സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഇതുപോലത്തെ ഒരു വീലാണ്, ഏത് ഡയറക്ഷനിലോട്ട് തിരിയുന്നൊരു ബോൾ കണക്കത്തെ ഒരു വീല്. പിന്നെ രണ്ട് മോട്ടറിന് സെറ്റ് ചെയ്യുന്ന 2 വീല് വേണം. പിന്നെ ഗിയർ സെറ്റ് മോട്ടോഴ്സാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ മോട്ടർ കൺട്രോൾ ചെയ്യാനായിട്ടൊരു മോട്ടർ ഡ്രൈവർ ബോഡി യൂസ് ചെയ്യുന്നുണ്ട്. പവർ കൊടുക്കാനായിട്ട് ബാറ്ററി കണക്ടർ 9 വോൾട്ടാണ്, 9 വോൾട്ട് ബാറ്ററിയാണ് ഇതിൽ പവർ കൊടുക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഒരു അർഡിനോയും ബ്ലൂടൂത്തും ഈ ഒരു ഇതുമൊക്കെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് ജമ്പർ വയർസ് ആവശ്യമുണ്ട്. ഇതാണ്. പിന്നെ ഈ അർഡിനോ പ്രോഗ്രാം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു കേബിൾ വയർ യൂസ് ചെയ്താണ് കണക്ട് ചെയ്തിട്ടാണ് സിസ്റ്റത്തിൽ നിന്നുള്ള പ്രോഗ്രാം കൂടെ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഈ അർഡിനോയ്ക്ക് നമുക്കൊരു 5 വോൾട്ടാണ് പവർ സപ്ലൈ വേണം. അതിനാണ് ഞാൻ ഈ ഒരു പവർ ബാങ്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് പവർ ബാങ്ക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതുപോലത്തെ 9 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഒരു 5 വോൾട്ട് കൺവേർട്ടർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്തിട്ട് അതിന്ന് ഈ അർഡിനോയ്ക്ക് പവർ കൊടുക്കാമെന്നാണ് ഞാൻ. പക്ഷേ ഇവിടെ ഈ ഒരു പവർ ബാങ്ക് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ഞങ്ങളൊരു പാർട്സെല്ലാം കണ്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കണക്ഷൻസ് ഉള്ളതിൻ്റെ അടുത്തൊരു ഷോട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കണക്ഷൻസിൻ്റെ പാർട്ട് നിങ്ങളൊന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, കണക്ഷൻസിലുണ്ട് ഇതിൻ്റെ അകത്ത് ഈ ഒരു മോട്ടോർ ബോർഡിൽ ABCD എന്ന് 4 പിന്നുകളാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ 4 പിന്ന് എന്ന് പറയുന്നത് ഞാൻ ഇതിൽ കോഡ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ അർഡിനോ എന്നുള്ള D3, D4, D5, D6 ഈ 4 പിന്നാണ് അർഡിനോ എന്നുള്ള ഔട്ട് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ഇതുമായിട്ട് കണക്ട് ചെയ്യണം. അതായത് കണക്ട് ചെയ്യാനുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ജമ്പർ വയർ എടുത്തിട്ട് നിങ്ങൾ ചെയ്യാമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ D3, D4, D5, D6 എന്ന പിന്നിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൽ D3യിൽ കണക്ട് ചെയ്ത പിന്നെ ഏതാണോ അതേ വയർ എടുക്കുക, ഇതിൻ്റെ A എന്നുള്ള ഇതിലോട്ട് ഞാൻ നേരത്തെ കാണിച്ച ഇവിടുത്തെ ഈ A എന്നുള്ള പിന്നിൽ കണക്ട് ചെയ്യുക. D4 എന്നുള്ളതിൻ്റെ Bയിലോട്ട്, D5 എന്നുള്ള ഇതിൻ്റെ Cയിലോട്ടും 6 എന്നുള്ള ഇതിൻ്റെ Dയിലോട്ടുമാണ് കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അത്രയാണ് അതിൻ്റെ കണക്ഷൻസ്. അപ്പോൾ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിന് D3 എന്ന് Aയിലോട്ട്, D4 എന്ന് Bയിലോട്ട്, D5 എന്ന് Cയിലോട്ട്, 6 എന്ന് D6 എന്ന് ഇതിൻ്റെ Dയിലോട്ട്, അങ്ങനെ 4 ഇതും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കണക്ട് അറിയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ബ്ലൂടൂത്ത് മോഡ്യൂളുണ്ട്. ഇതിൻ്റെ അകത്തു നിന്നുള്ള പിന്നെ അർഡിനോയിട്ടുള്ള കണക്ഷൻ. ഈ ബ്ലൂടൂത്ത് മോഡ്യൂളിൽ 4 പിന്നെ നമുക്കിതിൽ ആവശ്യമുള്ളൂ. ഇതിൽ ഇത്ര ഉണ്ടായാൽ 2 + 5 വോൾട്ട് കൊടുക്കുന്നതിന് ഗ്രൗണ്ട്, പിന്നെ TX RX. ഈ TX RX ആണ് ഇതിൽ മെയിനായിട്ട് ബ്ലൂടൂത്ത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ മെയിനായിട്ട് ആവശ്യം വരുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് 2 പിന്നെ നമുക്ക് ആവശ്യമില്ല. ഇതിന് ഇടയ്ക്കുള്ള 4 പിന്നെ മാത്രമേ നമുക്കിതിൽ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബ്ലൂടൂത്ത് മോഡ്യൂളിലുണ്ട് ഗ്രൗണ്ട് എന്നുള്ളത് അർഡിനോയുടെ ഗ്രൗണ്ടിലും, ഈ +5 എന്നുള്ളത് അർഡിനോയുടെ +5ലും കൊടുക്കുക. പിന്നെ ഈ TX എന്നുള്ളത് അർഡിനോയുടെ RXൽ കൊടുക്കണം. എന്നിട്ട് ഈ RX എന്നുള്ളത് അർഡിനോയുടെ TXലും കൊടുക്കണം. അതായത് ഈ ഒരു അർഡിനോയിലുണ്ട് ഈ ഫസ്റ്റ് പിന്നാണ് TX, സെക്കൻഡ് പിന്നാണ് RX. അപ്പോൾ ഈ ആദ്യത്തെ TX എന്നുള്ള ഈ പിന്നിൽ നമ്മൾ കണക്ട് ചെയ്യാനുള്ള ഈ ഒരു ബ്ലൂടൂത്ത് മോഡ്യൂളിൻ്റെ ഈ RX എന്നുള്ളതിൽ ഈ RX എന്നുള്ളത് അർഡിനോയിലുള്ള TXലും കണക്റ്റ് ആവണം. ഈ ബ്ലൂടൂത്ത് മോഡ്യൂളിലുള്ള TX എന്നുള്ള അർഡിനോയുടെ RXലാണ് കണക്റ്റ് ആവുക. അപ്പോൾ നമ്മൾ ഒരു ബ്ലൂടൂത്ത് അർഡിനോയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലൂടൂത്തിലുള്ള
ഈ വയേഴ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞാണ് RX ഇതിൻ്റെ TXലോട്ടും ഇതിൻ്റെ TX ഇതിൻ്റെ RXലോട്ടുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഈ ബ്ലൂടൂത്തിൽ ഗ്രൗണ്ടും പിന്നെ +5 ചിലതിൽ VCC എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. അതായത് ഈ VCC എന്ന് എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ 5 വോൾട്ടിലോട്ടും ഇതിൻ്റെ ഗ്രൗണ്ട് നേരെ ഇതിൻ്റെ ഗ്രൗണ്ടിലോട്ടും തന്നെയാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത്ര ആകുമ്പോൾ തന്നെ അതിൻ്റെ കണക്ഷൻസ് എല്ലാം കറക്റ്റോ. ഇനി നിങ്ങൾ ഇതിൻ്റെ കണക്ഷൻസ് ഒക്കെ കണ്ടല്ലോ. അപ്പോൾ കണക്ഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിതൊന്ന് വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കണം. കറക്റ്റ് അത് ഓടുമ്പോൾ വെളിയിൽ വീഴാൻ പാടില്ല. പിന്നെ ഇതിലൊരു കാര്യം പറയാൻ വിട്ടതെന്ന് വെച്ചാൽ ARDUINO പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങൾ കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൽ റൺ ചെയ്തിട്ട് ആവുന്നില്ല എന്നാണെങ്കിൽ ഞാൻ തന്നെ ഒരു കോഡ് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്കാവാനുള്ള കോഡ് ആപ്ലിക്കേഷൻ തന്നെ കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യം ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഫോണിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്താൽ ഇവിടെ അല്ലെങ്കിൽ സൈഡിൽ സ്പേസ് അനുസരിച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ഗൂഗിൾ ഡ്രൈവിലാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫോൺ എടുത്തതിന് ശേഷം ആ ലിങ്ക് ഓപ്പൺ ആക്കുക. ലിങ്ക് ഓപ്പൺ ആക്കുക എന്ന് വെച്ചാൽ ഗൂഗിൾ ഡ്രൈവിലായിരിക്കും ഓപ്പൺ ആകുന്നത്. സ്ക്രീൻഷോട്ട് ആയിട്ട് കാണിക്കാം. എന്നിട്ട് അപ്പോൾ അതിൽ വരുമ്പോൾ ഓപ്പൺ വിത്ത് ഗൂഗിൾ ഡ്രൈവ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി ഓപ്പൺ വിത്ത് ഗൂഗിളിൻ്റെ ആയിരിക്കും വരുന്നത്. അതായത് ഇപ്പോൾ എടുക്കുമ്പോൾ സെലക്ട് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കാണും. ഇപ്പോൾ കുറേ അക്കൗണ്ട്സ് ആണെങ്കിലും അങ്ങനെ കാണിക്കും, ഒറ്റ അക്കൗണ്ടുള്ള അത് കാണിക്കും. അപ്പോൾ നിങ്ങളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എടുക്കുമ്പം നിങ്ങൾക്ക് അതുപോലെ ഓപ്പൺ ആയതുകൊണ്ട് ഇതുപോലെ കാണിക്കും ഇൻസ്റ്റാൾ ചെയ്യണോ വേണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ എനിക്ക് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ചില ഡിവൈസിലാണെങ്കിൽ ഇതിൽ ഇൻസ്റ്റാൾ ആകത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഇൻസ്റ്റാൾ പ്രൊട്ടക്റ്റഡ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ച് ബ്ലോക്കായി നിൽക്കും. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഗൂഗിളിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വരുമായിരിക്കും, ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കണ്ടിട്ടില്ല, അപ്പോൾ ഇത് വൈറസ് ആയിരിക്കും എന്നുള്ളതൊക്കെ വരും. അത് കാര്യമാക്കണ്ട. കാരണം എന്ന് വെച്ചാൽ ഞാൻ ചെയ്ത ആപ്ലിക്കേഷനിൽ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഡയറക്റ്റ് നിങ്ങളങ്ങ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. സ്ക്രീൻഷോട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പം അതൊരു ഇൻ്റർഫേസ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ARDUINO പ്രോഗ്രാം കോഡ് എന്നുള്ളതുകൊണ്ട് അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കോഡിങ്ങിൻ്റെ ഒക്കെ കാണിക്കാം. അപ്പോൾ അതിൽ കറക്റ്റ് കോഡിങ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ കോഡ് ചെയ്താൽ മാത്രം മതി. അപ്പം അത് ഫോണിൽ നോക്കുകയാണ് ചെയ്യുന്നപ്പം അപ്പോൾ അത്ര കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രോഗ്രാമിംഗ് കോഡ് എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എല്ലാം റെഡി ആയിരിക്കും. അത് അതേപോലെ നോക്കി നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് ARDUINO കോഡിങ് ചെയ്താൽ മതി. പിന്നെ ARDUINO കോഡിങ് അപ്ലോഡ് ചെയ്യുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആയിപ്പോകും വീഡിയോ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ, അതായത് ഞാൻ റോബോട്ട് RC അല്ലാതെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് മുകളിൽ ഐ ബട്ടണിലുണ്ട്. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒരു ചെറിയൊരു എൻ്റെ സ്ക്രീൻ കാർഡായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് നിങ്ങൾ നോക്കി. അപ്പോൾ അതിന് ഞാൻ ARDUINO കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിൽ പറയുന്നുണ്ട്. കാരണം കുറച്ച് ചില നേരം എറർ വരാനായിട്ടൊക്കെ ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കൂടി കണ്ടു വെക്കുക. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇതിൻ്റെ വർക്കിങ്ങിലോട്ട് പോകാം. അപ്പം ഔട്ട്പുട്ട് നോക്കിയോ, അതെങ്ങനെ ഓടുന്നതെന്നുള്ളതെല്ലാം നോക്കിയോ. അപ്പോൾ കേസ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ റോബോട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. കണക്ഷൻസൊക്കെ ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ ബ്ലൂടൂത്തിൻ്റെ മൊഡ്യൂൾ ഇങ്ങനെ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട്. അതായത് നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഫോണിൽ ഞാൻ ചെയ്ത ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ആക്കി കഴിയുമ്പോൾ കണക്ട് ബ്ലൂടൂത്ത് വേണം കണക്ട് ചെയ്യുക. നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ പേരെന്താണോ അത് ചെയ്യുക. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് HC05 എന്ന ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്. അപ്പം ബ്ലൂടൂത്തിൻ്റെ പേര് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് HC05 തന്നെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ അത് പേര് മാറ്റി BRP ക്ലൗഡ്സ് എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ BRP ക്ലൗഡ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കണക്ട് ബ്ലൂടൂത്ത് എന്നുള്ള കണക്റ്റഡ് കാണിക്കും. പിന്നെ ഈ ഒരു ARDUINOയുടെ പ്രോഗ്രാം കോഡ് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ARDUINO പ്രോഗ്രാം കോഡ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം കോഡ് വരുന്നതായിരിക്കും. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ARDUINOയിൽ പ്രോഗ്രാം കോഡ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് നിങ്ങൾക്ക് അതനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ ബ്ലൂടൂത്തിൽ ബ്ലിങ്ക് ചെയ്യുന്നില്ല. അതായത് ബ്ലൂടൂത്ത് ഈ ഫോണും ആ ബ്ലൂടൂത്ത് മൊഡ്യൂൾ പേഡാണ്. ഇനി നമുക്കിത് കൺട്രോൾ ചെയ്ത് നോക്കാം ഓടുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. ഫോർവേഡ് വെക്കുമ്പോൾ ബ്ലൂടൂത്ത് നോട്ട് കണക്ട് ഇതിൽ നമ്മളിപ്പോൾ കണക്ട് ചെയ്ത് ഡിസ്കണക്റ്റ് ആയെന്നാണ് തോന്നുന്നു. കണക്ട് ബ്ലൂടൂത്ത് BRP ക്ലൗഡ്സ് കണക്റ്റഡ് ബാക്ക് അടിക്കുക. ഒന്നും കൂടി നടക്കാം നമുക്ക്. കണക്ട് ബ്ലൂടൂത്ത് BRP ക്ലൗഡ്സ് ഇപ്പോൾ ഇത് ഓടുന്നുണ്ട്. ബാക്ക് സ്റ്റോപ്പ് ആകുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഞെക്കിൻ്റെയാണ് ഈ നോട്ട് കണക്റ്റഡ് എന്നൊക്കെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക് ഫ്രണ്ടിലോട്ട് റൈറ്റ് വരുന്നുണ്ട്.
ലെഫ്റ്റ് വെക്കുമ്പോൾ ലെഫ്റ്റിലോട്ട് റിവേഴ്സ്. നമ്മൾ കറക്റ്റ് ഒരു ആർ സി റോബോട്ടോ നമ്മൾ കാറോ എന്തോ മേടിച്ച് നമ്മൾ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഉണ്ട്, ഫ്രണ്ടിലോട്ട് നല്ലപോലെ പോകുന്നുണ്ട്, ബാക്കിലോട്ടും ഉണ്ടോ, ലെഫ്റ്റ് സ്റ്റോപ്പ് ഇവിടെ നിൽക്കുകയാണ്, ബാക്ക് വെക്കാൻ ബാക്കിലോട്ട് പോകുന്നുണ്ട്. ഉണ്ട്, അല്ല 360 നിൽക്കാൻ ഇതെല്ലാം ചെയ്താൽ മതി, ഇതുപോലെ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വീണ്ടും വർക്കാവും. ഉണ്ട്, അപ്പോൾ ഇതുപോലെ നല്ല റോബോട്ടിൻ്റെ വർക്കാവുന്നു. ഇപ്പോൾ ബാക്കായതാണ് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ നിങ്ങളതിൻ്റെ ഔട്ട്പുട്ട് കണ്ടില്ലേ, നല്ലപോലെ ഓടുന്നുണ്ടല്ലോ ഈ സാധനം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നതൊക്കെ നല്ലപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും റോബോട്ട് ഉണ്ടായി കഴിയണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഉടൻ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി ഇനി എൻ്റെ ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ പിന്നൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നല്ല എഫേർട്ട് എടുത്ത് ഞാൻ ചെയ്തതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ അറിയാം, ഈ ഒരു ആപ്ലിക്കേഷൻ 5 മണിക്കൂർ എടുത്താണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് അത്രയും എടുത്ത് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്തതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ മാക്സിമം എല്ലാവരും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതായിരിക്കും.